ഇന്ന് നമ്മൾ SCERT 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ലോഹ നിർമ്മാണമാണ് പഠിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ലോഹങ്ങളെക്കുറിച്ചിട്ടുള്ള 2 ക്ലാസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരെ കാണണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ്? ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ, നോട്ട് ചെയ്യുക, ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ. ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ കാണപ്പെടുന്നത് സംയുക്താവസ്ഥയിലാണ്. ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ കാണപ്പെടുന്നത് സംയുക്താവസ്ഥയിലാണ്. അപ്പോൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം. നോട്ട് ചെയ്യുക, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം. ഇതൊക്കെ എന്താണ്? ക്രിയാശീലം കൂടിയ ലോഹങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾ ഏതവസ്ഥയിലായിരിക്കും? ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾ സ്വതന്ത്രാവസ്ഥയിലാണ് കാണപ്പെടുക. ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾ സ്വതന്ത്രാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ സംയുക്താവസ്ഥയിലും ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾ സ്വതന്ത്രാവസ്ഥയിലുമാണ്. അപ്പോൾ ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് പ്ലാറ്റിനം, സ്വർണം, വെള്ളി. ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് പ്ലാറ്റിനം, സ്വർണം, വെള്ളി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ധാതുക്കളെ കുറിച്ചിട്ടാണ്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ധാതുക്കൾ എന്താണ്? ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ് എന്ത്? ധാതുക്കൾ. അപ്പം ലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. അപ്പം നമുക്ക് അലൂമിനിയത്തിൻ്റെ ചില ധാതുക്കൾ എന്ന് പരിചയപ്പെടാം. ഏതൊക്കെയാണ്? ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. അലൂമിനിയത്തിൻ്റെ ചില ധാതുക്കളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. അപ്പോൾ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. അലൂമിനിയത്തിൻ്റെ ചില ധാതുക്കളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ രാസസൂത്രം കൂടി ഒന്ന് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്. ബോക്സൈറ്റിൻ്റെ രാസസൂത്രം എന്താണ്? Al2O3 2H2O. Al2O3 2H2O ആണ് ഏതിൻ്റെ രാസസൂത്രം? ബോക്സൈറ്റിൻ്റെ രാസസൂത്രമാണ് Al2O3 2H2O. ദെൻ ക്രയോലൈറ്റ് അല്ലേ, നമ്മുടെ അലൂമിനിയത്തിൻ്റെ മറ്റൊരു ധാതുവാണ് ക്രയോലൈറ്റ്. അതിൻ്റെ രാസസൂത്രം Na3Al(F6). ക്രയോലൈറ്റിൻ്റെ രാസസൂത്രം എന്താണ്? Na3Al(F6). ബോക്സൈറ്റിൻ്റെ Al2O3 2H2O, ക്രയോലൈറ്റ് Na3Al(F6). ഇനി നെക്സ്റ്റ് കളിമണ്ണിൻ്റെ രാസസൂത്രം എന്താണ്? Al2O3 2SiO2 2H2O. Al2O3 2SiO2 2H2O. ഒരു 2-3 പ്രാവശ്യം അത് എടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് പഠിയും. അപ്പോൾ എന്താണ് കളിമണ്ണ്? Al2O3 2SiO2 2H2O ആണ് കളിമണ്ണിൻ്റെ രാസസൂത്രം. ഇനി നെക്സ്റ്റ് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. കോപ്പർ, സിങ്ക്, അയേൺ, അലൂമിനിയം. അപ്പോൾ നമുക്കിതിൽ ആദ്യം അറിയണത് അലൂമിനിയം അല്ല. അലൂമിനിയത്തിൻ്റെ അയിരാണ് ഏതാണ് അലൂമിനിയത്തിൻ്റെ അയിര്? അറിയണത് ആദ്യം മാർക്ക് ചെയ്യുക. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ് അല്ലേ. അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ആണ്. പിന്നെ ഏതറിയാം? സിങ്കിൻ്റെ ഏതാണ്? നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ലോഹങ്ങളും അയിരുകളും നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ സിങ്കിൻ്റെ ഏതാ ഓർമ്മയുള്ളത്? കലാമിൻ അല്ലേ. സിങ്കിൻ്റെ ശരിയായ ജോഡി ഏതാണ്? സിങ്ക് കലാമിനാണ് അല്ലേ സിങ്കിൻ്റെ അയിര്. പിന്നെ അയേൺ എന്താണ്? ഹേമറ്റൈറ്റ്. കോപ്പർ എന്താണ്? കുപ്രൈറ്റ്. കോപ്പറിൻ്റെ കുപ്രൈറ്റ്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ആണ്. അയേൺ ഹേമറ്റൈറ്റ്, സിങ്ക് കലാമിൻ, കോപ്പറിൻ്റെ കുപ്രൈറ്റ്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകളെ കുറിച്ചിട്ടാണ്. ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകളാണ്
അപ്പോൾ ഓരോന്നും നന്നായി പഠിക്കുക, പറയുമ്പോൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയാണ് ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുമ്പോൾ ധാതുക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ? ഒന്ന്, സുലഭമായിരിക്കണം. എങ്ങനെയാണ്? സുലഭമായിരിക്കണം. അതുപോലെ എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. എങ്ങനെയാണ്? എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. മൂന്നാമത്, ലോഹത്തിൻ്റെ അംശം കൂടിയിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ്? സുലഭമായിരിക്കണം, എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം, ലോഹത്തിൻ്റെ അംശം കൂടിയിരിക്കണം. ഓക്കെ. അതുപോലെ എന്താണ് അയിര്? എന്താണ് അയിര്? ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കുന്നു. എന്താണ്? ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞത് ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ ഏതൊക്കെയാണ്? സുലഭമായിരിക്കണം, എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം, ലോഹത്തിൻ്റെ അംശം കൂടിയിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നമ്മൾ അയിരെന്താന്ന് പറഞ്ഞു. അയിരെന്താണ്? ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കാം. അപ്പം നമ്മൾ അലൂമിനിയത്തിൻ്റെ ധാതുക്കളിൽ അയിരിൻ്റെ പ്രത്യേകത, അപ്പോൾ അയിരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിലാണ് ആ ലോഹത്തിനെയാണ് നമ്മൾ അയിര് എന്ന് വിളിക്കുക. അങ്ങനെ അലൂമിനിയത്തിൻ്റെ ധാതുക്കളിൽ അയിരിൻ്റെ പ്രത്യേകതകളുള്ളത് ആർക്കാണ്? ബോക്സൈറ്റിനാണ്. അലൂമിനിയത്തിൻ്റെ ധാതുക്കളിൽ അയിരിൻ്റെ പ്രത്യേകതകളുള്ളത് ആർക്കാണ്? ബോക്സൈറ്റിനാണ്. ഇനി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എന്നാൽ എല്ലാ ധാതുക്കളും എന്താണ്? അയിരുകളല്ല. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. മാറിപ്പോരുത്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും എന്തല്ല? അയിരുകളല്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ലോഹ നിഷ്കർഷണമാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലോഹ നിഷ്കർഷണമാണ്. അപ്പോൾ എന്താന്ന് നോക്കാം. ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി. നോക്കുക, ഒരു അയിരിൽ നിന്ന്, നമ്മൾ അയിര് എന്താണെന്ന് പഠിച്ചു, ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് എന്ത്? ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി. ഈ ലോഹ നിഷ്കർഷണത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ലോഹ നിഷ്കർഷണത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ് നോക്കാം. അയിരുകളുടെ സാന്ദ്രണം. ഒന്നാമത്തെ ഘട്ടം ഏതാണ്? അയിരുകളുടെ സാന്ദ്രണം. 2, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. രണ്ടാമത്തെ ഘട്ടം എന്താണ്? ആദ്യത്തെ ഘട്ടം അയിരുകളുടെ സാന്ദ്രണമാണ്. രണ്ടാമത്തെ ഘട്ടം സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. മൂന്നാമത് ലോഹ ശുദ്ധീകരണമാണ്. മൂന്നാമത്തെ ഘട്ടം ലോഹ ശുദ്ധീകരണം. അപ്പോൾ ഏതൊക്കെയാണ് ലോഹ നിഷ്കർഷണത്തിൻ്റെ 3 ഘട്ടങ്ങൾ? അയിരുകളുടെ സാന്ദ്രണം, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, മൂന്നാമത് ലോഹ ശുദ്ധീകരണം. അപ്പോൾ ലോഹ നിഷ്കർഷണം എന്താണ്? ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം. 3 ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് ഇത്? അയിരുകളുടെ സാന്ദ്രണം. അയിരുകളുടെ സാന്ദ്രണം എന്താ നോക്കാം. അപ്പോൾ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളെ നമ്മൾ വിളിക്കുന്നത് ഗ്യാങ് എന്നാണ്. ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളാണ് ഗ്യാങ്. അയിരിൽ നിന്ന് ഗ്യാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? അയിരിൻ്റെ സാന്ദ്രണം. എന്താണ്? അയിരിൽ നിന്ന് ഗ്യാങ് എന്ന് വെച്ചാൽ അപദ്രവ്യങ്ങൾ. ആ അപദ്രവ്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? അയിരിൻ്റെ സാന്ദ്രണം. നോട്ട് ചെയ്യുക. ഗ്യാങ് എന്താണ്? ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളാണ് ഗ്യാങ്. അയിരിൽ നിന്ന് ഈ അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിൻ്റെ സാന്ദ്രണം. ഈ വിവിധ
സാന്ദ്രണ രീതികളുണ്ട്. സാന്ദ്രണം വിവിധ രീതികളുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. സാന്ദ്രണ രീതികൾ എന്താണ്? അയിരിൻ്റെ സാന്ദ്രണം. അയിരിൽ നിന്ന് അപദ്രവ്യങ്ങൾ, അതായത് ഗ്യാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിൻ്റെ സാന്ദ്രണം. വിവിധ സാന്ദ്രണ രീതികളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? ഫസ്റ്റ് വന്നിട്ട് നോട്ട് ചെയ്യുക. അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നു. അപ്പോൾ ഫസ്റ്റ് എന്താണ്? സാന്ദ്രണ രീതികളിൽ ആദ്യം പറയുന്നത് ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നതാണ്. എങ്ങനെയാണത്? അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ. നോട്ട് ചെയ്യുക. അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നു. ജലപ്രവാഹത്താൽ കഴുകിയെടുക്കലിന് ഉദാഹരണമാണ് ഓക്സൈഡ് അയിരുകൾ, അതുപോലെ സ്വർണത്തിൻ്റെ അയിരുകൾ എന്നിവയുടെ സാന്ദ്രണം. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഏതിൻ്റെയൊക്കെ സാന്ദ്രണമാണ്? ഓക്സൈഡ് അയിരുകൾ, അതുപോലെ സ്വർണത്തിൻ്റെ അയിരുകൾ. ഓക്സൈഡ് അയിരുകളും സ്വർണത്തിൻ്റെ അയിരുകളുമാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലിന് ഉദാഹരണം. അപ്പോൾ രണ്ടാമത് പറയുന്നത് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നു. അതിന് ഉദാഹരണമാണ് ഓക്സൈഡ് അയിരുകളും സ്വർണത്തിൻ്റെ അയിരുകൾ ഇവയുടെ സാന്ദ്രണം. നെക്സ്റ്റ് പറയുന്നത് അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് പ്ലവന പ്രക്രിയ. അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതാണ്? പ്ലവന പ്രക്രിയ. പ്ലവന പ്രക്രിയ ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യുന്ന അയിരുകളാണ് സൾഫൈഡ് അയിരുകൾ. പ്ലവന പ്രക്രിയ ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യുന്ന അയിര് ഏതാണ്? സൾഫൈഡ് അയിരുകളാണ്. അപ്പോൾ സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണം എങ്ങനെയാണ്? പ്ലവന പ്രക്രിയ ഉപയോഗിച്ചിട്ടാണ്. അപ്പം നമ്മൾ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നത് പറഞ്ഞു, അതുപോലെ പ്ലവന പ്രക്രിയ പറഞ്ഞു. നെക്സ്റ്റ്, അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗം കാന്തിക വിഭജനമാണ്. അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗം കാന്തിക വിഭജനമാണ്. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? കാന്തിക വിഭജനമാണ്. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? കാന്തിക വിഭജനമാണ്. കാന്തികമല്ലാത്ത ടിന്നിൻ്റെ അയിരായ ടിൻ സ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായ അയേൺ ടങ്സ്റ്റേറ്റിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗവും ഏതാണ്? കാന്തിക വിഭജനം. പറഞ്ഞത് അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് കാന്തിക വിഭജനം. ഇനി അതുപോലെ കാന്തികമല്ലാത്ത ടിന്നിൻ്റെ അയിരായ ടിൻ സ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായ അയേൺ ടങ്സ്റ്റേറ്റിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയും ഏതാണ്? കാന്തിക വിഭജനമാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? വിവിധ സാന്ദ്രണ രീതികൾ: ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം. അതുപോലെ അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് ലീച്ചിങ്. നോട്ട് ചെയ്യുക, അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ലീച്ചിങ് ആണ്. അതായത് അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ച് മാറ്റുന്നു. അരിച്ച് കിട്ടിയ ലായനിയിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിര് വേർതിരിക്കുന്നു. അപ്പോൾ അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി എന്താണ്? ലീച്ചിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം, ലീച്ചിങ്. നമ്മൾ അയിരും സാന്ദ്രണ രീതിയും തന്നിട്ടുണ്ട്. ടിൻ സ്റ്റോണിൻ്റെ സാന്ദ്രണ രീതി കാന്തിക വിഭജനമാണ്. ബോക്സൈറ്റിൻ്റെ ലീച്ചിങ് ആണ്. സിങ്ക് ബ്ലെൻഡ് പ്ലവന പ്രക്രിയ. എന്താണ്? ടിൻ സ്റ്റോണിൻ്റെ സാന്ദ്രണ രീതി കാന്തിക വിഭജനം, ബോക്സൈറ്റിൻ്റെ സാന്ദ്രണ രീതി ലീച്ചിങ് ആണ്, സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണ രീതി പ്ലവന പ്രക്രിയയാണ്. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള ലോഹനിഷ്കർഷണത്തിൻ്റെ ആദ്യത്തെ ഘട്ടം നമ്മൾ പറഞ്ഞു, അയിരുകളുടെ സാന്ദ്രണം, വിവിധ സാന്ദ്രണ രീതികൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കലാണ്. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇതിനും 2 ഘട്ടങ്ങളാണുള്ളത്. ഇതിനും 2 ഘട്ടങ്ങളുണ്ട്. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുന്ന 2 ഘട്ടങ്ങൾ. ഒന്ന് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കലാണ്. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കുന്നു. പിന്നെ ഓക്സൈഡ് ആക്കിയ അയിരിൻ്റെ നിരോക്സീകരണം. ഇങ്ങനെ 2 സ്റ്റെപ്പാണ്. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ, അതായത് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ. അതിന് പറയുന്ന പേരാണ് കാൽസിനേഷൻ. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ, നോട്ട് ചെയ്യുക, വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡായി മാറുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡും വിഘടിച്ച് ഓക്സൈഡായിട്ട് മാറുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. അപ്പോൾ എന്താണ് കാൽസിനേഷൻ? വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. ഇനി റോസ്റ്റിംഗ്, വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. മാറിപ്പോരുത്. കാൽസിനേഷൻ വായുവിൻ്റെ അസാന്നിധ്യത്തിലും റോസ്റ്റിംഗ് വായുവിൻ്റെ സാന്നിധ്യത്തിലുമാണ്. വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. നമ്മൾ സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ, നമ്മൾ കാൽസിനേഷൻ എന്താണ്? വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്നു. ഇനി റോസ്റ്റിംഗ് വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. സാന്ദ്രീകരിച്ച അയിരുകളെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ അവയിലെ ജലാംശം ബാഷ്പമായി പുറത്തു പോകുന്നു. ഇങ്ങനെയാണ് സാന്ദ്രീകരിച്ച അയിരുകളെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ അവയിലെ ജലാംശം ബാഷ്പമായിട്ട് പുറത്തു പോകുന്നു. ഇനി സൾഫൈഡ് അയിരുകൾ ഓക്സിജനുമായി ചേർന്ന് ഓക്സൈഡുകളായിട്ട് മാറുന്നു. സൾഫൈഡ് അയിരുകൾ എന്തായിട്ട് മാറും? ഓക്സിജനുമായിട്ട് ചേർന്ന് ഓക്സൈഡുകളായിട്ട് മാറുന്നു. കോപ്പർ സൾഫൈഡ് അയിര് റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ സംഭവിക്കുന്നത് കോപ്പർ ഓക്സൈഡ് രൂപപ്പെടുന്നു. നമ്മൾ പറഞ്ഞത് എന്താണ്? സൾഫൈഡ് അയിരുകൾ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? ഓക്സൈഡുകളായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കോപ്പർ സൾഫൈഡ് അയിര് റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? കോപ്പർ ഓക്സൈഡ് രൂപപ്പെടുന്നു. അപ്പോൾ സൾഫൈഡ് അയിരുകൾ ഓക്സിജനുമായിട്ട് ചേർന്ന് ഓക്സൈഡുകളായിട്ട് മാറുന്നു. സൾഫൈഡ് അയിരുകൾ ഓക്സിജനുമായിട്ട് ചേർന്ന് ഓക്സൈഡുകളായിട്ട് രൂപപ്പെടുന്നു. അതായത് നമ്മൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നത് കോപ്പർ സൾഫൈഡ് അയിര് റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ സംഭവിക്കുക എന്താണ്? കോപ്പർ ഓക്സൈഡ് രൂപപ്പെടുന്നു. അപ്പം നമ്മൾ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, ആദ്യത്തെ ഘട്ടം പറഞ്ഞു. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കലാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ഓക്സൈഡ് ആക്കിയ അയിരിൻ്റെ നിരോക്സീകരണമാണ്. ഓക്സൈഡ് ആക്കിയ അയിരിൻ്റെ നിരോക്സീകരണമാണ് രണ്ടാമത്തെ ഘട്ടം. അത് ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനം ശ്രദ്ധിക്കുക. ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ലോഹങ്ങളുടെ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോഹനിർമ്മാണ വേളയിൽ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നത് വൈദ്യുതി, കാർബൺ മോണോക്സൈഡൊക്കെയാണ്. അപ്പോൾ ലോഹങ്ങളുടെ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ക്രിയാശീലം കൂടിയ ലോഹങ്ങളുണ്ട്, കുറഞ്ഞ ലോഹങ്ങളുണ്ട്. അപ്പോൾ ലോഹങ്ങളുടെ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോഹനിർമ്മാണ വേളയിൽ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നത് ആരൊക്കെയാണ്? വൈദ്യുതി, കാർബൺ മോണോക്സൈഡ്. ഏതൊക്കെയാണ്? വൈദ്യുതി, കാർബൺ മോണോക്സൈഡ്. അപ്പോൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളായിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലുള്ള ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സീകാരി ഏതാണ്?
ഏതാണ്? ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലുള്ള ലോഹങ്ങളെ അവയുടെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സീകാരിയാണ് വൈദ്യുതി. നോട്ട് ചെയ്യാം, വൈദ്യുതിയാണ് ക്രിയാശീലം കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സീകാരിയാണ് ഏത്? വൈദ്യുതി. ക്രിയാശീലം കൂടിയ, അതായത് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം തുടങ്ങിയ ലോഹങ്ങളെ അവയുടെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന നിരോക്സീകാരി ഏതാണ്? വൈദ്യുതി. അങ്ങനെയാണെങ്കിൽ ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ അവയുടെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സീകാരിയാണ് കാർബണും കാർബൺ മോണോക്സൈഡും. നോട്ട് ചെയ്യാം, ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ അവയുടെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സീകാരികൾ ഏതൊക്കെയാണ്? കാർബണും കാർബൺ മോണോക്സൈഡും. അപ്പോൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ്. ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ നമ്മൾ വേർതിരിക്കാൻ, അവയുടെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന നിരോക്സീകാരികളാണ് കാർബണും കാർബൺ മോണോക്സൈഡും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഘട്ടങ്ങൾ പറഞ്ഞു. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. ഒന്നാമത്തെ ഘട്ടം നമ്മൾ സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ. രണ്ടാമത് പറഞ്ഞത് ഓക്സൈഡ് ആക്കിയ അയിരിൻ്റെ സാന്ദ്രീകരണം. ഇനി നമ്മുടെ മൂന്നാമത്തെ ലോഹ നിഷ്കർഷണത്തിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാണ്? ലോഹശുദ്ധീകരണമാണ്. എന്താണ് ലോഹശുദ്ധീകരണം? നിരോക്സീകരണം വഴി ലഭിക്കുന്ന ലോഹത്തിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളായ ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളും അലോഹങ്ങളും നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ലോഹശുദ്ധീകരണം. നിരോക്സീകരണം വഴി ലഭിക്കുന്ന ലോഹത്തിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളായ ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളും അലോഹങ്ങളും നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ലോഹശുദ്ധീകരണം. ഇപ്പോൾ ലോഹശുദ്ധീകരണത്തിന് വിവിധ മാർഗങ്ങളുണ്ട്. ലോഹശുദ്ധീകരണത്തിൻ്റെ വിവിധ മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഉരുക്കി വേർതിരിക്കലാണ്. ഒന്നാമത്തെ മാർഗം ഉരുക്കി വേർതിരിക്കലാണ്. 2 സ്വേദനം. മൂന്നാമത്തെ മാർഗം വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണമാണ്. അപ്പോൾ ലോഹശുദ്ധീകരണത്തിൻ്റെ വിവിധ മാർഗങ്ങൾ നോട്ട് ചെയ്യുക. ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ഏതൊക്കെയാണ്? ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറയാൻ പോകുന്നത് ഉരുക്കി വേർതിരിക്കലാണ്. അതായത് കുറഞ്ഞ ദ്രവണാങ്കമുള്ള ടിൻ, ലെഡ് എന്നീ ലോഹങ്ങളിൽ അപദ്രവ്യമായി അടങ്ങിയിരിക്കുന്ന ഉയർന്ന ദ്രവണാങ്കമുള്ള മറ്റ് ലോഹങ്ങൾ, ലോഹ ഓക്സൈഡുകൾ തുടങ്ങിയവ നീക്കം ചെയ്യാനായിട്ട് ഇത്തരം ലോഹങ്ങൾ ഫർണസിൻ്റെ ചരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം അപദ്രവ്യങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് ഉരുകി താഴേക്ക് വീഴുന്നു. അപ്പോൾ ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങളെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഉരുക്കി വേർതിരിക്കൽ. നോട്ട് ചെയ്യുക, ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഏതാണ്? ടിന്ന്, ലെഡ് തുടങ്ങിയ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഉരുക്കി വേർതിരിക്കൽ. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞത് സ്വേദനമാണ്. എന്താണ് സ്വേദനം? കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി ചോദിച്ചാൽ ഏതാണ്? സ്വേദനമാണ്. കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് സ്വേദനം. എന്താണ് സ്വേദനം? അപദ്രവ്യമടങ്ങിയ ലോഹം ഒരു റിട്ടോർട്ടിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധ ലോഹം ലഭിക്കുന്ന രീതിയാണ് സ്വേദനം. അപദ്രവ്യമടങ്ങിയ ലോഹം ഒരു റിട്ടോർട്ടിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം ലഭിക്കുന്ന രീതിയാണ് സ്വേദനം. അപ്പോൾ കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി ഏതാണ്? സ്വേദനമാണ്. ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങളെ ശുദ്ധീകരിക്കുന്ന ഏത് വഴിയാണ്? ഉരുക്കി വേർതിരിക്കലാണ്. കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം ഇത് ശുദ്ധീകരിക്കുന്ന രീതി ഏതാണ്? സ്വേദനമാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണമാണ്. അതായത് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണത്തിൽ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് ശുദ്ധലോഹമാണ്. പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് അപദ്രവ്യമടങ്ങിയ ലോഹമാണ്. ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് ശുദ്ധീകരിക്കേണ്ട ലോഹത്തിൻ്റെ ലവണ ലായനിയാണ്.
അപ്പോൾ വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണത്തിൽ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് ശുദ്ധലോഹമാണ്. പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് അപദ്രവ്യമടങ്ങിയ ലോഹം. ഇലക്ട്രോലൈറ്റായിട്ട് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണത്തിൽ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ശുദ്ധീകരിക്കേണ്ട ലോഹത്തിൻ്റെ ലവണ ലായനിയാണ്. കോപ്പറിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് വൈദ്യുത വിശ്ലേഷണം. കോപ്പറിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? വൈദ്യുത വിശ്ലേഷണം. അപ്പോൾ ചോദിക്കും നമ്മളടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ്? ടിന്ന്, ലെഡ് ഈ ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രീതി വൈദ്യുത വിശ്ലേഷണമാണ്. അതുപോലെ കോപ്പർ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം വൈദ്യുത വിശ്ലേഷണമാണ്. കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഈ ലോഹങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? സ്വേദനമാണ്. അപ്പം നമ്മൾ 3 ലോഹം ശുദ്ധീകരിക്കുന്ന 3 മാർഗങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ഓക്കെ. വൈദ്യുത വിശ്ലേഷണ രീതി ഉപയോഗിച്ച കോപ്പർ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ അപദ്രവ്യങ്ങൾ ആനോഡിനടിയിലായിട്ട് അടിഞ്ഞുകിടക്കും. ഇത് ആനോഡ് മഡ് എന്നറിയപ്പെടുന്നു. നോട്ട് ചെയ്യുക. ആനോഡ് മഡ് എന്താണ്? വൈദ്യുത വിശ്ലേഷണ രീതി ഉപയോഗിച്ച് കോപ്പർ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ അപദ്രവ്യങ്ങൾ ആനോഡിനടിയിലായിട്ട് അടിഞ്ഞുകിടക്കും. ഇത് ആനോഡ് മഡ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇനിയും കുറച്ചുകൂടെ പറയാനുണ്ട്. ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം, അതുപോലെ അലൂമിനിയത്തിൻ്റെ നിർമ്മാണമൊക്കെ പറയാനുണ്ട്. ലോഹ നിർമ്മാണമാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പം നമ്മൾ കുറച്ചുകൂടി നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇന്നിവിടെ പറഞ്ഞത് എന്തൊക്കെയാണ്? ഒന്നും കൂടെ ഒന്ന് ഓർക്കുക. ഭൂവൽക്കത്തിലെ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ, സംയുക്താവസ്ഥയിലെ കുറഞ്ഞ ലോഹങ്ങൾ, സ്വതന്ത്രാവസ്ഥയിലെ നമ്മുടെ ധാതുക്കൾ പറഞ്ഞു. അയിരെന്താന്ന് പറഞ്ഞു. അതുപോലെ ലോഹ നിഷ്കർഷണം, അതുപോലെ വിവിധ ലോഹ നിഷ്കർഷണത്തിന് 3 ഘട്ടങ്ങളുണ്ട്. അയിരുകളുടെ സാന്ദ്രണം, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, ലോഹ ശുദ്ധീകരണം. ഈ 3 സ്റ്റെപ്പുകളാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.